ആര്? നമസ്കാരം. ആ മനസ്സിലായില്ല. എനിക്കൊരു വേഷം തരൂ. നീ ഇപ്പൊ ഓൾറെഡി ഒരു വേഷം കിട്ടിയിട്ടല്ലേ വന്നിട്ടുള്ളത്, ഇനി എന്ത് വേഷം തരാനാ? അത് ശരി, കൂളിംഗ് ഗ്ലാസ്സിലോട്ട് തെണ്ടാൻ ഇറങ്ങിയിരിക്കല്ലേ? ഇവിടെ ഒന്നുമില്ല. അയ്യോ ചേച്ചി, ഞാൻ അങ്ങനെ വന്നതല്ല. ഈ സിനിമയിൽ എന്തെങ്കിലും ഒരു വേഷം തരൂ. ഞാൻ ഇവിടെ വേഷം ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ ഭർത്താവ് സിനിമ എടുക്കുന്നില്ലേ, അതിൽ എന്തെങ്കിലും ഒരു വേഷം തന്നാ മതി. എടോ, ഇവിടെ അങ്ങനെ വേഷമൊന്നും ഇല്ലടോ, പോയിക്കോ. അയ്യോ ചേച്ചി, അങ്ങനെ പറയരുത്. ഞാൻ എന്ത് പണി വേണം എടുത്തോളാം. പാത്രം കഴിക്കോളാം, മുറ്റടിച്ചോളാം, തുണി ഇറക്കിക്കോളാം. അതൊക്കെ പിന്നെ ഇവിടെ ഏട്ടൻ ചെയ്തോളൂ. അല്ല, അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇവിടെ, അതിനൊന്നും ആവശ്യമില്ല. ചേച്ചി, നിങ്ങൾ എങ്ങനെയെങ്കിലും ചാൻസ് എങ്കിൽ വാങ്ങി തന്നോ. എന്നോട് എന്നും ഞാൻ നന്ദി ഉണ്ടാവും. അങ്ങനെയാണെങ്കിലേ നീ ഇപ്പൊ ചാടി കയറിയിട്ട് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പുള്ളി ഇല്ലാന്നേ പറയുള്ളൂ. നീ എന്താ ചെയ്യേണ്ട വെച്ചാ നല്ല പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ട് കയറിക്കൂടുക. എന്നിട്ട് പുള്ളിക്ക് സ്ക്രിപ്റ്റ് വേണമെന്ന് പറയുമ്പോഴേക്ക് വേഗം സ്ക്രിപ്റ്റ് എടുത്തു കൊടുക്കുക. ഒരു ചായ വേണമെന്ന് പറയുമ്പോഴേക്ക് വേഗം ചായ എടുത്തു കൊടുക്കുക. വണ്ടി ഡ്രൈവ് ഞാൻ ഡ്രൈവ് ചെയ്യാട്ടാന്ന് പറഞ്ഞിട്ട് ഡ്രൈവ് ചെയ്യുക. എന്ന് വേണ്ട സകല കാര്യത്തിലും പുള്ളിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലാക്കി എടുക്കണം. ഞാനത് ചെയ്തോളാം. അപ്പൊ അങ്ങനെ കയറി പറ്റുന്നവൻ നന്നാവാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പകരം എനിക്ക് നീ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ടി വരും. എന്ത് കാര്യം? പുള്ളിക്ക് കുറച്ച് ചുറ്റിക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു എന്ന് വേണ്ട സകലമായ കാര്യങ്ങൾ നീ അപ്പൊ പുള്ളിക്ക് റിപ്പോർട്ട് തരണം. ചേച്ചി, അതൊരു ചതിയല്ലേ? ചതി? നീ ഒതിനാണ് തര സിനിമ ഉണ്ടോ? അതിൽ അവനെങ്ങനെയാ നായകനാവുന്ന, എങ്ങനെയാ ശ്രീനിവാസൻ? ചതിച്ചിട്ടല്ലേ? അതേപോലെ തന്നെ ഒരാളെ ചതിക്കുമ്പോഴേ നമുക്കൊക്കെ എന്തെങ്കിലും സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ചതികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. എന്തായിരുന്നു പേര് പറഞ്ഞ? മഹേഷ്. സൂപ്പർ സ്റ്റാർ മഹേഷ്. നമസ്കാരം. ഇതേ എന്റെ നാട്ടില് ഒരു നമസ്കാരം മതിയാ. ഇവനെ എന്റെ നാട്ടിലുള്ളതാ. പിന്നെ ഒരു പാവാണ് ഏട്ടാ. അയ്യോ, പഞ്ചപാവം. ഞാൻ നോക്കുമ്പോഴേ ഏട്ടൻ ഇങ്ങനെ സമയത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല, പിന്നെ എപ്പോഴും തിരക്ക്, വണ്ടിയാണെങ്കിൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നത്. ഇവൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും അല്ലേ? പിന്നെ ഏട്ടനിടയ്ക്ക് ചായയുടെ കാര്യങ്ങളും സ്ക്രിപ്റ്റിന്റെ കാര്യമൊക്കെ അവൻ എല്ലാം സെറ്റാക്കി തരും. അതിനൊന്നും മാത്രം കൊടുക്കാനുള്ള ശമ്പളമൊന്നും ഇല്ല. അവനൊന്നും വേണ്ട. അവൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടാ അല്ലേ? ഞാൻ ഒന്നാമത് എനിക്കൊരു അസിസ്റ്റന്റിനെ കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യം. ഒന്നാമത് പറയാൻ പറ്റും, നമ്മളെ പ്രൈവസി ഒക്കെ പോകുന്നല്ലേ. ഇവനൊരു പാവം. നോക്കിക്കോ, ഒരു മാസം ഏട്ടന്റെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോ പറയും ഇവൻ ഇല്ലാണ്ട് പറ്റാണ്ടാവും ഏട്ടന് അല്ലേ? അങ്ങനല്ലേ? എന്താ പേര്? മഹേഷ്. മഹേഷ് വാ. അതെ, ഞാൻ എവിടെ പോകുന്നുണ്ട്, ആരെയൊക്കെ കാണുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ചോർത്തി കൊടുക്കാനല്ലേ എന്നെ നാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി അസിസ്റ്റന്റ് ആക്കുന്നത്? അല്ല സാർ, എന്റെ മനസ്സിലെ ഒരു ആഗ്രഹം എന്താ, സിനിമയിൽ അഭിനയിക്കാന്നാണല്ലോ അല്ലേ? അതാണ്. എന്നാ സത്യം പറഞ്ഞു, അങ്ങനെ ഓള് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ല. സത്യം പറയടാ. എന്നാൽ ഈ ഓളോട് ഞാൻ പറയുന്ന വിവരങ്ങൾ പറയാം, ഈ ചോർത്തി കൊടുക്കാന്ന് ഓള് വിചാരിക്കും. പക്ഷെ ചോർത്തി കൊടുക്കല്ല, മനസ്സിലായല്ലോ? ഈ കണ്ടതോ കാണുന്നതോ കേൾക്കുന്നതോ ഒന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞിരുന്ന അങ്ങോട്ട് പറയാം. അങ്ങനെ ഈ എന്റെ കൂടെ നിന്നാൽ എനക്ക് പതുക്കെ പതുക്കെ മലയാള സിനിമയിൽ ഒരു നടനായിട്ട് വരാം. ഓക്കെ സാർ. ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട്, അതിൽ വന്ന് ജോയിൻ ചെയ്തോ. പോയിക്കോ ചേച്ചി, പോട്ടെ. ഓക്കെ. ഇനി നിങ്ങളുടെ സകല തരികിടയും അവൻ എന്നോട് അപ്പപ്പ വിളിച്ച് പറയും. നിന്റെ നമ്പറൊന്നും എന്റെ അടുത്ത് നടക്കൂല മോളെ, ഇതാള് വേറെയാ. നമുക്ക് കാണാം എന്ത് നടക്കുന്നു. ഓ ആയിക്കോട്ടെ. മിസ്റ്റർ സുജിത്ത്, കൗണ്ട് ഡൗൺ.